ഒന്നര പതിറ്റാണ്ടിന് ശേഷം ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയിക്കുക, അതിവേഗത്തിൽ പ്രതിയിലേക്ക് എത്തുക. കല എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ആലപ്പുഴ മാന്നാർ പോലീസിന്റെ അന്വേഷണ മികവിനെക്കുറിച്ച് പറയാതെ വയ്യ. പക്ഷെ കേസിലെ മുഖ്യപ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിയാത്തത് പോലീസിന് വലിയ വെല്ലുവിളിയായിട്ടുണ്ട്. കലയുടെ ഭർത്താവും ഒന്നാം പ്രതിയുമായ അനിലിനെ ഇസ്രായേലിൽ നിന്നും നാട്ടിലെത്തിക്കാൻ കഴിയാത്തതോടെ കേസന്വേഷണവും വഴിമുട്ടിയ അവസ്ഥയിലാണ്. ഇതോടെ അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കങ്ങൾ പോലീസ് തുടങ്ങി. പിന്നാലെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നീക്കങ്ങളും ഉണ്ടാകും. പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചുരുളഴിഞ്ഞ കേസുകളിലൊന്നാണ് മാന്നാർ സ്വദേശി കലയുടെ തിരോധാനം. ഭർത്താവ് അനിൽകുമാർ കലയെ കൊലപ്പെടുത്തി വീടിനോട് ചേർന്നുള്ള സെപ്റ്റി ടാങ്കിൽ മറവ് ചെയ്യുകയായിരുന്നു. അന്നത്തെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നിർദ്ദേശാനുസരണം വർഷങ്ങൾക്കിപ്പുറം അനിലിന്റെ വീടിനോട് ചേർന്നുള്ള സെപ്റ്റി ടാങ്ക് തുറന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ നടത്തി. കേസിൽ ബന്ധുക്കളായിരുന്ന പ്രമോദ്, ജിനു, സോമരാജൻ എന്നിവർ പിടിയിലായെങ്കിലും മുഖ്യപ്രതിയായ അനിൽ ഇസ്രായേൽ തന്നെ തുടരുകയാണ്. എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന കലയെ ജോലിസ്ഥലത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ മാന്നാർ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. കലയുടെ മൃതദേഹം കണ്ടതായി കേസിലെ മുഖ്യസാക്ഷി സുരേഷ്, പ്രതികളായ ജിനു, സോമരാജൻ, പ്രമോദ് എന്നിവർ പോലീസിനോട് സമ്മതിച്ചു. പക്ഷേ അന്വേഷണ സംഘത്തിന് കൊലപാതക ശേഷം മൃതദേഹം കണ്ടു എന്ന മൊഴികൾ മാത്രമാണ് ലഭ്യമായത്. കലയെ എങ്ങനെ കൊലപ്പെടുത്തിയെന്ന് അറിവുള്ളയാൾ ഭർത്താവ് അനിൽ മാത്രമാണ്. വർഷങ്ങൾക്ക് ശേഷം തെളിഞ്ഞ കേസായതുകൊണ്ട് തന്നെ മൃതദേഹം കണ്ടെത്തൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേസിൽ വെല്ലുവിളിയായി. സെപ്റ്റി ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിന്റേതെന്ന് സംശയിക്കുന്ന വസ്തുക്കളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുള്ള നിർദ്ദേശവും ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം വലിയ തോതിലില്ലാത്ത ഇസ്രായേലിൽ നിന്നും അനിലിനെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം എത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടും കഴിഞ്ഞിട്ടില്ല. കേസ് ഏതാണ്ട് വഴിമുട്ടിയ അവസ്ഥയിൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ദിവസം SP ജില്ലാ പോലീസ് കാര്യാലയത്തിലേക്ക് വിളിച്ചു വരുത്തി. അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. കുറ്റപത്രം സമർപ്പിച്ചാൽ മാത്രമേ റെഡ് കോർണർ നോട്ടീസിലേക്ക് കടക്കാനാകൂ. നിലവിൽ ബ്ലൂ കോർണർ നോട്ടീസ് മാത്രമാണ് അനിലിനെതിരെ ഉള്ളത്. ഇതിനിടെ 2ഉം 3ഉം പ്രതികളായ ജിനുവിനും സോമരാജനും ഹൈക്കോടതി ജാമ്യവും അനുവദിച്ചു. മറ്റൊരു കേസ് കൂടിയുള്ളതിനാൽ 4ാം പ്രതി പ്രമോദിന് ഇതുവരെ ജാമ്യം ലഭ്യമായിട്ടില്ല. ന്യൂസ് 18 ആലപ്പുഴ.